നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ആ ആ ആ ആ ആ ഓക്കെ. അപ്പോൾ എന്തുവാ നമ്മളവിടെ നിന്ന് പഠിച്ച ഒരു കാര്യം? എല്ലാം പഠിച്ചോ അവിടുന്ന്? ആ വാക്യത്തിൽ നിന്ന് എന്തോ നമുക്ക് പഠിക്കാനുള്ളത്? ലീഡറിനെ സംബന്ധിച്ച് എ ലീഡർ ഷുഡ് നോ ടു കീപ് ദ സീക്രട്ട്. ഒരു നേതാവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് അതൊന്നും അറിയില്ല. എല്ലാം വാതുറന്നങ്ങനത്തെ എല്ലാവരോടും എന്ത് ചെയ്യും? പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് നെഹെമ്യാവോട് ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം പഠിപ്പിക്കുക. എ ലീഡർ ഷുഡ് നോ ടു കീപ് ദ സീക്രട്സ്. ഒരു നേതാവ് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നമ്മൾ കഴിവുണ്ടായിരുന്ന നമ്മുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവരാ. മറ്റുള്ളവരുടെ രഹസ്യം നമുക്ക് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ അല്ലേ? ശരിയല്ലോ? അത് നമ്മുടെ രഹസ്യം സൂക്ഷിക്കാൻ നമ്മൾ എടുക്കണം. എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യം സൂക്ഷിക്കുന്നതിൽ അതങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ അതാ നമ്മൾ പറയല്ലേ അല്ലേ? പക്ഷെ ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എന്തുവാ? ഹി ഷുഡ് നോ ടു കീപ് ദ സീക്രട്സ്. രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്നിട്ട് നോക്കാം, ശരി, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നില്ല. ആ ആ ആ ആ ആ ആ ആ ആ അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ലേ? അവിടെ നമ്മൾ എന്തോ പഠിച്ചേ? നേരിട്ട് അവിടെയാണ് ആ പോയിന്റാ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും, പോയി അന്വേഷിക്കേണ്ടി വരും. എന്താ കാരണം? യെസ്, അവരുടെ സ്വാധീനത്തിൽ പലതും എന്ത് ചെയ്യത്തില്ല, നമുക്ക് കിട്ടേണ്ടതായ രഹസ്യം കിട്ടേണ്ടതായ കറക്റ്റ് പിക്ചർ കിട്ടത്തില്ല. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ നേതാവ് തന്നെ, ലീഡർ തന്നെ ആരോടും പറയാതെ, അതവിടെ നെഹെമ്യാവ് ചെയ്തേ, പോയി എന്ത് ചെയ്തു? കേട്ടതൊക്കെ അങ്ങനെ തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്തു. അതാണ് നമ്മൾ നിലനിർത്തിയത്. ബാക്കി നമുക്ക് നോക്കാം. 15-ാം വാക്യം. പിന്നെ ഞാൻ ഉറവു വാതിൽക്കലേക്കും ചെന്നു. ആ ആ ആ ആ യെസ് ആ ആ യെസ്. അതിന് പിണങ്ങൊന്നും വേണ്ട. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അറിയിക്കേണ്ട സമയമാകുമ്പോൾ ലീഡർഷിപ്പ് അത് എന്ത് ചെയ്യും? അറിയിച്ചിരിക്കും. ഞാൻ കൂടെ ഇവിടെ ആരോടൊക്കെ അറിയിക്കാൻ ഞാൻ പറയുന്നത്? അവർ ചെറിയ പാർട്ടികളൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ്. അവർ അടുത്തത് പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, പ്രമാണികള്, വേലയെടുക്കും, വർക്കേഴ്സ്. അപ്പം ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നെഹെമ്യാവിന് പണി നടക്കത്തുള്ളൂ. പക്ഷേ എന്നിട്ടും നെഹെമ്യാവ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ, യഹൂദന്മാർക്ക് ഗുണം ചെയ്യുവാനൊരുത്തൻ വന്നിരിക്കുന്നു എന്നല്ലാതെ എന്താണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്നുള്ളത് നെഹെമ്യാവ് ആരോടും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ശുശ്രൂഷയിലായിരിക്കുന്ന ലീഡർഷിപ്പിലേക്ക് വരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു കാര്യമാണ്, എല്ലാ കാര്യവും എല്ലാവരോടും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തുറന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിണങ്ങുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ദാറ്റ് ഈസ് ഹൗ, അതങ്ങനെയാണ്.
അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി അവിടേക്ക് നമ്മൾ നിലനിർത്തിയത്. അനന്തരം ഞാൻ അപ്പൊ കറക്റ്റായിട്ടൊരു പിക്ചർ തയ്യാറായി. താൻ കേട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കി. നേരിട്ടുള്ള പരിശോധന എല്ലാം നടന്നു. ഇനി താൻ എന്ത് ചെയ്യാന്നറിയാമോ? കൂടുള്ളവരോട് പറയുകയാണ്, ഇതെല്ലാം കണ്ട് the next a leader should be able to challenge, ജനത്തെ ബോധവൽക്കരണം ചെയ്യുവാനും അവരെ എന്ത് ചെയ്യണം, അതിലേക്കൊരു വെല്ലുവിളി കൊടുക്കാനും നേതാവിന് കഴിയണം. അതാണ് അടുത്ത കാര്യം നമ്മൾ കാണുന്നത്. ഒരു നേതാവ് ജനത്തിന് ബോധവൽക്കരണം ചെയ്യുവാൻ കഴിവുള്ളവനും ദൗത്യത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുന്നവനുമായിരിക്കണം. ദൗത്യത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുന്നവനായി എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് പിക്ചർ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനി നെഹമ്യാവ് സംസാരിക്കുന്നത് കേട്ടുകേൾവിയുടെ വെളിച്ചത്തിലല്ല, ആരോ എന്തോ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലല്ല. താൻ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ജനത്തോട് പറയുകയാണ്. അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ വരുവീൻ, നാം ഇനിയും പാത്രരാകാതിരിക്കേണ്ടതിന് നമുക്ക് യെരൂശലേമിൻ്റെ മതിൽ പണിയാം. ജനത്തിന് ആഹ്വാനം കൊടുത്തു. കാരണം കേട്ടതിനെക്കുറിച്ചെല്ലാം താൻ വിലയിരുത്തി. അത് പണിയാൻ ആവശ്യമായിരിക്കുന്ന സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ഇപ്പം തൻ്റെ കയ്യിലുണ്ട്, വേണ്ട രേഖകളെല്ലാം തൻ്റെ കയ്യിലുണ്ട്. കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജനത്തിന് ഒരു ശക്തമായ ആഹ്വാനം കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മൾ എഴുന്നേറ്റ് പണിതേ പറ്റും. അപ്പോൾ ഒരു നേതാവ് ജനത്തെ കൂടെ ഇൻവോൾവ് ചെയ്യുന്നതിനായിരിക്കണം. അപ്പം അതിനാവശ്യമായിരിക്കുന്ന ദർശനം അവർക്ക് നൽകി കൊടുക്കണം. നീ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ പറയണം, യെസ് ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ജനത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നേതാവ് കയ്യിലെടുത്തിരിക്കണം. അതവിടെ കാണുന്നത്. അടുത്തത് 18-ാം വാക്യം. നോക്കുകയും 17-ാം വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നു, എന്താ പറയുന്നു? നമുക്ക് യെരൂശലേമിന്റെ മതിൽ പണിയാം. ഇത് ലീഡർ പറയുന്നയാ. അപ്പൊ ജനത്തിന്റെ പ്രതികരണം എന്തുവാ? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കത് എന്ത് ചെയ്യാം. വി ആർ വിത്ത് യു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു സക്സസ് ഓഫ് എ മിഷൻ, ഒരു ദൗത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷനാണ്, സമ്പൂർണ്ണ സഹകരണം. ആരിൽ നിന്നൊക്കെ? ജനത്തിൽ നിന്നും നേതാവിൽ നിന്നും. ആ അവസ്ഥയിലേക്ക് ജനം എത്താത്തിടത്തോളം കാലം നേതാവ് തന്നെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ദാറ്റ് വിൽ ബി സ്ട്രെയിൻ. അതൊത്തിരി ബുദ്ധിമുട്ടായിരിക്കും നേതാവിന്. പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും, തളരും. അപ്പം നേതൃത്വത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു കാര്യം ചെയ്യുന്നെങ്കിലും നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. ഏത് കാര്യം ചെയ്യുന്നില്ല. കാരണം ജനം രണ്ട് ചേരിയായി തിരിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നെഹമ്യാവ് കൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, ജനത്തെ കയ്യിലെടുത്തോണം. അടുത്ത പോയിന്റ് അതാണ്. ഒരു നേതാവ് തൻ്റെ ദർശനത്തിലേക്ക് ജനത്തെ ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവനായിരിക്കണം.
നേതാവ് തൻ്റെ ദർശനത്തിലേക്ക് ജനത്തെ ഉൾക്കൊള്ളിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. ഉദാഹരണം, അവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ഓർക്കണം. ജനം ഉൾക്കൊള്ളണമെങ്കിൽ ഇതാവശ്യമാണെന്ന് ജനത്തിനും കൂടെ ഒരു ബോധം വേണം. അല്ലാത്തടത്തോളം കാലം ജനം എന്ത് ചെയ്യത്തില്ല. ഇത് ആവശ്യമാണെന്ന് ജനത്തിന് എന്ത് ചെയ്യണം? ഒരു ബോധ്യം വേണം. ഇത് നമ്മുടെ ആവശ്യമാണ്. രണ്ട്, ഇവിടുത്തെ ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ആവശ്യമാണ്. അല്ലാണ്ട് ഇതിപ്പം ഒരു പ്രത്യേക ഗ്രൂപ്പിന് മാത്രം ഗുണം കിട്ടുന്ന ഒരു കാര്യമല്ല നെഹമ്യാ കൂടെ പറയുന്നതാണോ? അല്ല, ഇത് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണമുണ്ട്. യെരുശലേമിൻ്റെ മതിൽ പണിയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട് എന്ന ജനത്തിന് ബോധ്യം വന്നപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് അങ്ങ് നിന്നു. യോശുവയോട് നെഹമ്യാവിനോട് പറഞ്ഞു, എഴുന്നേൽപ്പിൻ, പണിയാമെന്ന് നെഹമ്യാവ് പറഞ്ഞപ്പോൾ ജനം അതിന് പ്രതികരിച്ചതാണ് പറഞ്ഞത്, ശരി, നമുക്ക് എന്ത് ചെയ്യാം, പണിയാം. അപ്പം അതിൻ്റെ പുറകിലെ കാരണം എന്തുമായിരുന്നു? ഇറ്റ് വാസ് ഫോർ ദ കോമൺ ഗുഡ്സ്. പൊതു നന്മയെ ആസ്പദമാക്കിയൊരു കാര്യമായിരിക്കും. അത് നമ്മുടെ സഭയിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം. പാസ്റ്റർക്ക് മാത്രം ഗുണം വരുന്ന വിഷയമാണെങ്കിൽ എന്ത് ചെയ്തില്ല, ആരും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ അത് മൊത്തമായി സഭയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിലോ സഭ കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ജനത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കണം, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്, ആർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം ലഭിക്കുന്നത്, ഇത് പൊതുസഭയ്ക്കും ഗുണം വരുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? പൊതുസഭയുടെ സപ്പോർട്ട് നിനക്ക് കിട്ടും. ശരി, നമുക്ക് പോകാം. എന്നിട്ട് എന്തോ ഉണ്ടായെന്ന് നോക്കാം. അവരന്യോന്യം ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആരെങ്കിലും ഒരു ലേശം ഉടക്കനായിട്ട് അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പനായിട്ട് നിന്നെങ്കിൽ അവർ തന്നെ പറഞ്ഞു, വാടാ, നമുക്കത് ചെയ്യാം, ഇത് നമുക്ക് ആവശ്യമാണ്. എൻ്റെ കാര്യം എന്നാ, നെഹമ്യാവിന് ആ വിധത്തിൽ അവരുടെ ആവശ്യത്തെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശുശ്രൂഷയിലായിരിക്കും നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. ജനത്തിന് നന്മയുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ജനം എന്ത് ചെയ്യത്തുള്ളൂ, പ്രതികരിക്കത്തുള്ളൂ, സഹകരിക്കത്തുള്ളൂ. അടുത്ത വാക്യത്തിലേക്ക് പോകാം. എന്നാൽ അപ്പൊ ആദ്യം കണ്ടതിൽ നിന്ന് ഒരാളും കൂടെ ഇപ്പം കൂടി, അപ്പോൾ ഒരാളും കൂടെ കൂടി. ഒരു കാര്യം ഇതിൽ നിങ്ങൾ ഓർത്തോണം, പഠിച്ചോണം. നിനക്ക് അല്ലെങ്കിൽ ലീഡറിന് സപ്പോർട്ട് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ എതിർക്കുന്ന ഭാഗത്തും ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ആളൊരാൾ കൂടി. അപ്പൊ എപ്പോഴും ബോധ്യം വേണം നമുക്ക്. ചുമ്മാ മണ്ടന്മാരാവരുത്. ആരും എനിക്ക് എല്ലാവരും എൻ്റെ സൈഡായിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. നോ, ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ സഭയിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് ഇവിടെ. ഇനി എവിടെ പോകാനാ? അങ്ങനെ തന്നെ സഹിക്കുന്ന ആളുകളുണ്ട്. അത് ഓർത്തോ, അങ്ങനെ ഉണ്ടാവും. മോശയ്ക്കെതിരെ ഉണ്ടായിരുന്നില്ലേ? എത്ര പേരുണ്ടായിരുന്നു മോശയ്ക്കെതിരെ? പിറുപിറുക്കുന്നവരെ എതിർക്കുന്ന. അത് ഞാൻ ചോദിച്ചു, അതിനെല്ലാം പങ്ക് കളഞ്ഞ് എല്ലാം സംശുദ്ധമായൊരു സഭ ഉണ്ടാക്കാൻ ആരും വിചാരിക്കണ്ട.
ഒരു അൺപ്ലീസിങ് കമ്മ്യൂണിറ്റി, തൃപ്തിയില്ലാത്തൊരു സമൂഹം എപ്പോഴും എന്തു ചെയ്യും? ഉണ്ടായിരിക്കും ഓർത്തോണം. ഇവിടെ വരുമ്പം കാണാതാ ഇപ്പം ശത്രുക്കളുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഇപ്പം എന്ത് ചെയ്തിരിക്കുക? കൂടിയിരിക്കുക. പക്ഷെ നെഹമ്യാവൊന്നും കെയർ ചെയ്യുന്നില്ല. അതാണ് നെഹമ്യാവിൻ്റെ ഏറ്റവും വളരെ ഏതെന്നറിയാമോ, അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അടുത്ത വാക്കിലോട്ട് വരാനുണ്ട്. ഇവിടെ കൊണ്ടുവന്നേക്കുന്ന ഇഷ്യൂ എന്തുവാ? പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇവരിതിനെ കൈകാര്യം ചെയ്യാണ്. രാജാവിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഭരണാധികാരിയാ അല്ലേ? അപ്പം ഇതിനെ അവരെന്ത് ചെയ്തു? ആകെ വിഷയം മതിൽ പണിയാന്നുള്ളതാണ്. ശൂന്യമായി കിടക്കുന്ന മതിൽ പണിയുക, യെരുശലേമിന്റെ സുരക്ഷിതത്വം സ്ഥാപിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഒരാൾ വന്നതാ. അവന്റെ സ്വപ്നത്തിൽ പോലൊരു വിചാരമില്ലായിരുന്നു രാജാവിനെതിരെ എന്ത് ചെയ്യണം, മത്സരിച്ച ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം ഉണ്ടാക്കണമെന്ന്. ഈ അന്നത്തെ കാലത്ത് മതിലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അത് വളരെ പ്രാധാന്യമാണ്. നീ മതിൽ കെട്ടി തിരിച്ചു വന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയാമോ, നീ സ്വതന്ത്രനാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരെ എല്ലാവരും കൂടെ എന്ത് ചെയ്തെന്നറിയാമോ, ഇതിനെ എന്ത് ചെയ്തു? ഈ സോഷ്യൽ ഇഷ്യൂവിനെ, ഈ സാമൂഹിക ഈ പ്രശ്നത്തെ പതുക്കെ എന്താക്കി മാറ്റി? പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറ്റി. ഇവര് രാജാവിനോട്, ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, മനസ്സാ വാച ചിന്തിക്കാത്ത അപരാധങ്ങൾ, ആരോപണങ്ങൾ ഒരു നേതൃത്വത്തിലിരിക്കുന്നത് നിനക്ക് കേൾക്കേണ്ടി വരും. നീ ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്തേനെ? അത്രയും മതി, ആണ്ട കിടക്കുന്നെന്നും പറഞ്ഞ് ഒരു പോക്കങ്ങ് പോയേനെ അല്ലേ? ഇനി മതിലുമില്ല കുതിരുമില്ല എന്നും പറഞ്ഞ ഒരു നെഹമ്യാവിനെതിരെ ഇപ്പം പറയുന്നത് എന്തുവാണെന്ന് അറിയാമോ? നിങ്ങൾ രാജാവിനെതിരെ മത്സരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? ഈ മതിൽ കെട്ടി ഇതിനും കൂടെ നോക്കാം, നമുക്ക് അതിനെന്തോ മറുപടി എന്തോ നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരി അവകാശവും ജ്ഞാപകവും ഉണ്ടായിരിക്കത്തില്ല. എ ലീഡർ ഷുഡ് ബി, ഒരു നേതാവ് താനിൽ സംക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവനും അതിൽ ദൃഢനിശ്ചയമുള്ളവനുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ ദൗത്യത്തിൽ നിന്ന് നീ അല്പം പോലും എന്ത് ചെയ്യരുത്? പുറകോട്ട് പോരരുത്. നിങ്ങൾ ഇങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്നില്ല, മതില് കേട്ട് പണിയുന്നില്ല എന്ന് പറയരുത്. അപ്പം ഇവിടെ ഒരു നേതാവിൻ്റെ ഒരു സ്വഭാവം നമുക്കിവിടെ കാണാം. ഒരു നേതാവ് ആരോപണങ്ങളുടെ മുൻപാകെ പതറാതെ ദൃഢനിശ്ചയത്തോടെ മുന്നേറുന്നവനായിരിക്കണം. മൂന്നാം അധ്യായത്തിലേക്ക് കയറുക. അപ്പം നെഹമ്യാവിൻ്റെ ജീവിതത്തിലെ ഇതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണം കിട്ടി 2 അധ്യായം കൊണ്ട്? 17 കിട്ടിയവരുണ്ട്, 21 കിട്ടിയവരുണ്ട്, 18 കിട്ടിയവരുണ്ട്, 21 കറക്റ്റ്. അപ്പോൾ ആരുടെ ഏതാ പോയേക്കുന്നതെന്നുള്ളത് തമ്മി നോക്കി കണ്ടുപിടിച്ച് എഴുതിക്കോണം. അടുത്തതിലേക്ക് നമ്മൾ വരാം. 3-ാം അധ്യായത്തിലേക്ക് വരാൻ പോവുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം എത്രയോ പ്രാവശ്യം വായിച്ചതാ. നമ്മളൊക്കെ അറിയാവുന്നൊരു 3-4 വാക്യങ്ങളുണ്ട്. എന്തുവാ? ആകയാൽ അവൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഓക്കെ, പിന്നെ ഇനിയും നമ്മൾ നിന്നാ പാത്രമായിരിക്കാനില്ല, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ. എൻ്റെ അപ്പം അതിനൊക്കെ കൂടുതൽ ഇതിനകത്തുണ്ട്. ശരിയാണ്. ഈ കറി വയ്ക്കാൻ അറിയാവുന്ന എൻ്റെ കയ്യിൽ ഒരു ചക്ക കൊടുത്താൽ, ചക്ക മനസ്സിലായില്ലോ, അവൻ അതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കും. വേറെ ചിലരോ
ചക്ക കൂട്ടാൻ മാത്രം വെച്ചേച്ച് ആ ചക്ക മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുള മാത്രം എടുത്ത് വെച്ച് ഗുരുവും കളഞ്ഞ് പാടയും കളഞ്ഞ് പൂഞ്ഞും കളഞ്ഞ് എല്ലാം കളയും. എന്നാൽ ഇതെല്ലാം കറി വയ്ക്കാൻ അറിയാവുന്നവരുണ്ട്. പൂഞ്ഞ് ഇറച്ചിക്കറി പോലെ വയ്ക്കാം, നല്ല സൂപ്പറായിരിക്കും. ആ, കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. അത് തെക്കരയെ കൊടുക്കണം. സൂപ്പറായിട്ട് ചക്കയുടെ പൂഞ്ഞുകൊണ്ട് അവർ ഇറച്ചി കറി വയ്ക്കുന്ന പോലെ ഇറച്ചിക്കറി വയ്ക്കാം. പാട, ചക്കക്കൂരിൻ്റെ പുറത്തൊരു പാടയില്ലേ, അത് മെഴുക്ക് പറ്റി വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ചക്കക്കുരുവിന് എന്തോ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ചവണി അരിഞ്ഞ് തോരൻ വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന് എല്ലാം ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ്. അവരെ കിട്ടി, അല്ലാത്തവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇതുപോലെ നെഹമ്യാവിൻ്റെ പുസ്തകം കിട്ടിയാൽ ഇങ്ങനെ 3-4 വാക്യം മാത്രം എടുത്ത് പ്രസംഗിക്കുന്നവരുണ്ട്. ഇതിൽ ഓരോന്നിന്ന്, കാരണം ഇത് വേറെ രീതിയിലായി പോന്നേ. ഏത് ഇത് ലീഡേഴ്സിനുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ ഈ പഠിക്കുന്ന മുഴുവനും വിശ്വാസിയോടുള്ള ബന്ധത്തിലല്ല. നോക്കാം, 3-ാം അധ്യായത്തിലോട്ട് വരാം. ഇവിടെ എന്തോ നമ്മൾ ഈ വായിക്കുന്ന മുഴുവനും 2 കാര്യങ്ങൾ കാണാം. ഒന്ന്, ഇൻവോൾവിങ് എവരിബഡി, എല്ലാവരെയും എന്ത് ചെയ്തു? ഉൾക്കൊള്ളിച്ചു. 2, ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേ, ഇന്ന ഗോത്രം ഇന്നത് ചെയ്യേ, ഇന്ന കുടുംബം ഇന്നത് ചെയ്യേ, ഇന്ന കുടുംബം ഇന്നത് ചെയ്യേ. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. എന്തുവാ? ഒന്ന്, അതിനേക്കാൾ മുമ്പ് ഒരു രസമായൊരു കാര്യമുണ്ട്. അതെന്തോന്നറിയാമോ? ചിലരുടെ പേര് പറയുന്നുണ്ട് അല്ലേ. എ ലീഡർ ഷുഡ് നോ ദ നെയിംസ് ഓഫ് ദോസ് ഹു വർക്ക് വിത്ത് ഹിം. ഡോ ബ്രദറെ എന്നല്ല വിളിക്കണ്ടേ, ഡോ ബ്രദർ അല്ല. റോയ് പാസ്റ്ററെ ഇങ്ങോട്ട് വാ, ബേസിലെ ഇങ്ങോട്ട് വാ. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെ നോ ബൈ നെയിം, പേര് കൊണ്ട് തിരിച്ചറിയാൻ കഴിയണം. ഒരു നേതാവിന് കാണേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന, തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേരറിയണം. അതുകൊണ്ടാണ് ഇവിടെ ഈ പേരൊക്കെ എഴുതിയേക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു വാക്യം ഞാൻ പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. നിങ്ങളൊരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ, ഏതാടാ കാണാതെ പോയെന്ന് ആർക്കറിയാം? ഇടയനറിയാം. നമുക്കറിയാം. അങ്ങനെ അറിയാം, തടിച്ച സഹോദരി ഇന്ന് യോഗത്തിന് വന്നില്ലെന്നേ പറയുള്ളൂ. നമ്മൾ തടിച്ച സഹോദരിക്ക് പേര് നമുക്കറിയത്തില്ല. അല്ലെ കാലിനൊരു ചെറിയ ഏന്തുള്ള സഹോദരി ഇന്ന് യോഗത്തിന് എത്ര ആഴ്ചയായി അവർ വരാൻ തുടങ്ങിയിട്ട്? അല്ലെ ആ കണ്ണ് ലേശം പെസകുള്ള ആ സഹോദരി ഇന്ന് ഇടയനാടിൻ്റെ കുറവേ അറിയത്തുള്ളൂ. ഇടയനാടിൻ്റെ ഏന്തുണ്ടെന്നറിയാം, കണ്ണിൻ്റെതുണ്ടെന്നറിയാം, തടി കൂടുതലാണെന്നറിയാം, അല്ലെ ആ കറുത്ത സഹോദരിയാന്ന് പറയാൻ അറിയാം. പേരറിയില്ല കുഞ്ഞെ ഇതുവരെ നിനക്ക്. ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം, എ ലീഡർ ഷുഡ് നോ ദ നെയിംസ്. ഇടയൻ തന്നോടുകൂടെ, അല്ലെങ്കിൽ നേതാവ് തൻ്റെ കൂടെ ഉള്ളവരുടെ പേരെന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നതാണോ ഇഷ്ടം? ഡോ ഷു പോ ഷി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണോ ഇഷ്ടം നിങ്ങളെ? ഏയ് ബ്രദറെ, ഏത് ബ്രദർ? നെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം എവിടെല്ലാം ആരോടെല്ലാം വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെല്ലാം ദൈവം അവരുടെ പേര് വിളിച്ചല്ല സംസാരിച്ചു. 1-2 തെളിവുകൾ ഏതാ? ശമൂലേ ശമൂലേ, അബ്രാമേ അബ്രാമേ, ആദാമേ, നീ എവിടാ ഇല്ലേ? മോശേ മോശേ വിളിച്ചോ? എവിടെ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്?
ദൈവം ആരോടൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പേരറിയാന്നുള്ളത് ഇൻറ്റിമസിയുടെ ഒരു ലക്ഷണമാണ്. ഇതിൻ്റെ അടുപ്പത്തിൻ്റെ. അതുകൊണ്ട് ഈ ആഴ്ച ഒരു തീരുമാനം എടുക്കാം. ഇതുവരെ പേരറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂടെ ഇവിടെ ആരാധിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് അറിയാൻ ശ്രമിക്കുക. ആ ബൈക്ക് വരുന്ന സഹോദരൻ, ആ വെളുത്ത കാറി വരുന്ന സഹോദരൻ, ആ ചുവന്ന ചുരിദാറിട്ട് വന്ന സഹോദരി, അത് നിർത്തിയിട്ട് ട്രൈ ടു നോ ദെയർ നെയിം. പേരറിയാൻ ശ്രമിക്കുക. ലീഡറിനുണ്ടാകുന്ന ഒരു ഗുണമാണ് ഇവിടെ കാണുന്നത്. ബൈ നെയിം. അവനവയെ പേർ ചൊല്ലി വിളിക്കുന്നെന്നാണ് പറഞ്ഞല്ലേ. നമ്മെ ഒരാൾക്ക് അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ പേര് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. അല്ലെ, ചില ആളുകളൊക്കെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേര് നീ ഇപ്പോഴും മറന്നില്ലേ തന്നെ എന്ന് അവർ ചോദിക്കും. എന്നാൽ ചിലരെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടും നമുക്ക് പേര് കിട്ടുന്നില്ല. ആളെ ഓർമ്മ വന്നു, പക്ഷെ എത്ര ആലോചിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല. കാരണം അത്രയ്ക്കൊരു സ്വാധീനമേ ആ വ്യക്തി നമ്മളിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ചെലുത്തിയിട്ടുള്ളൂ എന്നർത്ഥം. എ ലീഡർ ഷുഡ് നോ ദ നെയിം. നോക്കി, ഓരോ കുടുംബങ്ങളുടെ കൂടെ പേര് നമുക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത കുറേ പേര് അല്ലേ, പേരുകൾ അവിടെ എഴുതിയേക്കുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും പാവം നെഹമ്യാവ് ഇതെല്ലാം കൂടെ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ച്, എല്യാശീബ, ഹമ്മേയ ഗോപുരം വരെയും ഹനായേൽ ഗോപുരം വരെയും, ഇങ്ങനെ ഇമ്രി, ഈ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. രണ്ടാമത് ഇവിടെ നിന്ന് നെഹമ്യാവ് എന്ത് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യാണ്. ചുമതലകൾ എന്ത് ചെയ്യുക, വിഭജിച്ചു കൊടുക്കുക. ഇവിടെ 2-3 രാജ്യത്തിലുള്ള വഴികൾ നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചേ നിങ്ങൾ. വായിക്കാം, നമുക്കൊന്നുകൂടെ വായിക്കാം. എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. കണ്ടോ, 1-ാം അധ്യായത്തിൽ പുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് വിശുദ്ധീകരിച്ച് അതിൻ്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനായാൽ ഗോപുരം വരെയും അവർ അത് വിശുദ്ധീകരിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അതിനപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. അപ്പൊ നോക്കി, ഓരോരുത്തർക്കും എന്ത് ചെയ്തിരിക്കുക, ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, നീ ഇവിടം വരെ ചെയ്യ, 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ചെയ്യാനായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കുക. എന്നിട്ട് താഴെ മീൻവാതിൽ അസ്നയുടെ പുത്രന്മാർ പണിതു. അവർ അതിന് പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും പിടിപ്പിച്ചു. അപ്പൊ നമുക്ക് വളരെ ശ്രദ്ധിച്ചോണേ, ചിലത് ആവശ്യമില്ലായിരുന്നു, അല്ല ചിലത് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ കതക് മാത്രം പോരാ, ഓടാമ്പലും അന്താഴും ഒക്കെ എന്ത് ചെയ്യണമായിരുന്നു, പിന്നെ അടുത്തത് അതിനപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റപ്പണികൾ തീർത്തു. അതിനപ്പുറം തീർത്തു. ശ്രദ്ധിച്ചേ, ഓരോരുത്തരെയും ചുമതലയേൽപ്പിച്ചിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, അവനവന് പറ്റുന്നത് അവനവൻ ചെയ്യാമെങ്കിൽ പണി എത്ര എളുപ്പമാണെന്നറിയാമോ? നമ്മളിതെല്ലാം കൂടെ ഒരുത്തും ചെയ്യുന്നതെന്ന് കണ്ടാൽ എല്ലാം കൂടെ ഇനി അവൻ ചെയ്തോട്ടെന്ന് പറഞ്ഞ് അവൻ്റെ പ്രതിഫലം ഞങ്ങൾ എടുക്കേണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് എല്ലാം അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ഇപ്പം എല്ലാവരും ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യുമോ, എല്ലാവരും ആ കസേര അവനൊരു അങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ എത്ര ഉപകാരമായി. ഒരാൾ തന്നെ ഇത് മുക്കിയെടുത്തുകൊണ്ട് നടക്കണോ? ഒരു ലീഡർഷിപ്പ് ചെയ്യേണ്ട കാര്യം അതാ. എന്നിട്ട് വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോണം. ആരുടെ ശ്രേഷ്ഠന്മാർ? തെക്കോവ്യയിലെ ശ്രേഷ്ഠന്മാർ. അതും എക്സ്പെക്ട് ചെയ്തോ, അതും പ്രതീക്ഷിച്ചോ.
എത്ര വലിയ വേല ചെയ്താലും 5 പൈസ തരാത്തവരുണ്ട്. അവരാരായിരിക്കും? ശ്രേഷ്ഠന്മാരാ. അതാണ് വലിയ രസം. തരാഞ്ഞത് കൊണ്ട് ശ്രേഷ്ഠന്മാരായതല്ല, ഇല്ലാഞ്ഞിട്ട് തരാഞ്ഞതുമല്ല. ചിലർ ചെയ്യില്ല, അതാണ് അവരുടെ സ്വഭാവം. തെക്കോവ്യയിലെ ശ്രേഷ്ഠന്മാരുടെ വലിയ ഗുണം എന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ വേലയ്ക്ക് അവരെന്ത് ചെയ്യത്തില്ല? ചുമൽ. അത് നിന്റെ സഭയിലും കാണും, എൻ്റെ സഭയിലും ഉണ്ട്. എന്ത് നല്ല കാര്യം നടന്നാലും 5 പൈസ അവരെന്ത് ചെയ്യത്തില്ല, അവർ ചെയ്യില്ല. തളരരുത്. നമ്മൾ വിളിച്ചത് തമ്പുരാനാ, നമുക്ക് ദർശനം തന്നത് ദൈവമാ, നമ്മളെ ഇത്രയും കൊണ്ടുവന്ന് സ്വർഗത്തിലെ ദൈവമാ. അവനൊന്നും ചുമതല തന്നില്ലെന്ന് വിചാരിച്ച് മതിലത്രയും ഭാഗം കെട്ടാതെ കിടക്കത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാതാ കേട്ടോ. ദർശനമുള്ളൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ആരൊക്കെ ചുമല് കൊടുത്തില്ലേലും സ്വർഗത്തിലെ ദൈവം അവനെ കൊണ്ട് കാര്യം സാധിപ്പിക്കും. അത് വേറെ വിഷയം. നാണമില്ലാതെ അവർ വന്നിരുന്നോളും, പിന്നെയും എവിടാ മുഖ്യസ്ഥാനത്ത് വന്നിരുന്നോളും. അങ്ങനെടുത്തൊക്കെ ഞാൻ ചെയ്യുക, അങ്ങനെയുള്ളവർ ഇരിക്കാൻ കസേര കിടത്തില്ല. മനസ്സിലായില്ല എന്തുവാന്ന്? കർത്താവിന് വേലയ്ക്ക് വേണ്ടി 5 പൈസ ചെയ്യാത്തവന് എന്ത് ചെയ്യണം? പാസ്റ്ററുടെ ഇപ്പുറത്തെ കസേര ഇടണം. നോനോ, ഇവിടെ പാസ്റ്റർമാർക്ക് മാത്രമേ കസേരയുള്ളൂ, ഒരു കമ്മിറ്റിക്കാരനും ഇവിടെ കസേരയില്ല. ഇല്ല. പോട്ടെ, അത്രയും പറഞ്ഞ് അങ്ങ് വിടുക ഞാൻ അവിടുന്ന്. അടുത്തത് നോക്കിക്കേ, എല്ലാവരും അവനവനെ കൊണ്ട് തട്ടാന്മാർ ചെയ്യുന്നു, ഓയിൽ എണ്ണ അല്ലേ, തൈല പണിക്കാർ ചെയ്ത്, എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് യെരുശലേമിൻ്റെ മതിലിൻ്റെ പണിക്ക് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മാന്യന്മാർ ശ്രേഷ്ഠന്മാർ ചിലരൊന്നും എന്ത് ചെയ്യത്തില്ല, ഞങ്ങളൊന്നും അതിന് കിട്ടത്തില്ലേ. ഞങ്ങളൊന്നും കല്ലെടുക്കാനോ പടി പിടിക്കാനോ അന്താഴം ചുമക്കാനോ ഒന്നും ഞങ്ങളെ എന്ത് ചെയ്യത്തില്ല, കിട്ടില്ല. ഓക്കെ, അടുത്തത് ആ ആ ആ ആ ആ അവൻ തൻ്റെ വീടിന് നേരെയുള്ള നോക്കി, ഡു വാട്ട് യു, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യപ്പാ. ഇത് ദൈവത്തിൻ്റെ വേലയാ. ഈ മതിലിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ലേ ഗുണം. വായിച്ചു വന്നിട്ട് അപ്പൊ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. നെഹമ്യാവ് ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്തിരുന്നു. മനസ്സിലായോ? ആരാ എന്തുവാ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപരേഖ. ആരാണ് എന്ത് ചെയ്തത്? ഒരു നേതാവ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം കൂടെ അത്. ആരെന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം എപ്പോഴും. കീപ്പ് എ ജേണൽ. ആരാണ് എന്താ ചെയ്തത്? ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നിന്റെ പക്കൽ അതിൻ്റെ രേഖയുണ്ടായിരിക്കണം. നോക്കിക്കേ, നെഹമ്യാവ് തൻ്റെ പുസ്തകം എഴുതുമ്പോൾ ആരെന്ത് ചെയ്തു എന്ന് അവൻ എഴുതാൻ കഴിഞ്ഞത് ഇയാളുടെ ട്രാക്ക് റെക്കോർഡ്സ്. ആരൊക്കെ എന്തൊക്കെയാ ചെയ്തത്, ആരൊക്കെ എവിടൊക്കെയാ ചെയ്തത്, ആരൊക്കെയാ ചെയ്യാതിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴുമൊക്കെ നിങ്ങളെ സഹായിക്കാറുണ്ടല്ലോ, ആരൊക്കെയാ എന്തോ തന്നേന്നുള്ളതിന് വല്ല രേഖയുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എഴുതി വെക്കണം. ഒരാഴ്ച എത്ര രൂപ ദശാംശം കിട്ടി, എത്ര രൂപ സ്തോത്ര കാഴ്ച കിട്ടി, അല്ലാതെ നിൻ്റെ കയ്യിൽ ആളുകൾ എത്ര തന്നു, എല്ലാത്തിൻ്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. ജെറിനെ അവിടെ പട്ടിക്കാട് ആരാധന തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി വല്ലതും അറിയാമോ? 36 ആഴ്ചകൾ കഴിഞ്ഞു. 37ാമത്തെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. യു ഷുഡ് ഹാവ് എ റെക്കോർഡ്. എന്നാൽ അതിൽ കൂടുതൽ
1 വർഷത്തോളം എവിടെ ആരാധന തുടങ്ങാൻ പോകാൻ നവംബറിൽ 1 വർഷവും. പക്ഷെ 37 ആരാധനയെ എന്ത് ചെയ്തിട്ടുള്ളൂ, നടന്നിട്ടുള്ളൂ. കാര്യം ഇടയ്ക്ക് വെച്ച് കൊറോണ ആയിട്ട് അടച്ചു പൂട്ടിയിടേണ്ടി വന്നു. നമുക്കൊരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. എ ലീഡർ ഷുഡ് ഹാവ് എ റെക്കോർഡ്. എത്ര വർഷത്തെ? നീ എന്ന് ശുശ്രൂഷയിൽ ഇറങ്ങിയോ അന്നോട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദൈവദാസന്മാരോടും പറയാറുണ്ട്, എല്ലാ ചർച്ചിനും ഒരു ചർച്ച് ഡയറി ഉണ്ടായിരിക്കണം. എത്ര പേര് വന്നു, അന്ന് ആരാ പ്രസംഗിച്ചേ, അന്ന് ഏത് പാട്ടൊക്കെയാണ് പാടിയേ, അന്ന് തിരുവത്താഴത്തിന് എത്ര പേരുണ്ടായിരുന്നു. അതിനായി ചോദിക്കുന്ന ഓരോ തിരുവത്താഴം കഴിഞ്ഞപ്പോൾ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് തിരുവത്താഴം എടുത്തു. നിങ്ങൾക്ക് തോന്നുന്നു ഈ മനുഷ്യന് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എണ്ണത്തിൽ വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം വേറെ പുസ്തകത്തിൽ സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് മുഴുവൻ എണ്ണത്തിൻ്റെയാണ്. ബുക്ക് ഓഫ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സംഖ്യകളുടെ എണ്ണ പുസ്തകമാണ് അത്. അതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ എന്നോട്ട് ഈ സഭയുടെ ചാർജ് ഏറ്റെടുത്ത് വന്നു മുതൽ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള സകല റെക്കോർഡ്സോടെ എൻ്റെ ഉണ്ട്. ഏത് പാട്ട് പാടി, ആര് പ്രസംഗിച്ചു, ആര് പ്രബോധിപ്പിച്ചു, ആര് യോഗത്തിൽ നിന്ന് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി, ആരുടെ കൊച്ചിനെ എന്ന് പ്രതിഷ്ഠിച്ചു, എത്ര സ്നാനം നടന്നു, ആരൊക്കെയാണ് ഞായറാഴ്ച സ്നാനപ്പെട്ടെ, എന്തൊക്കെയായിരുന്നു സഭയിൽ പറഞ്ഞ അനൗൺസ്മെൻറ്റ്സ്, എല്ലാത്തിൻ്റെ രേഖയുണ്ട്. ഇപ്പം നമുക്കെല്ലാം ഡിജിറ്റലായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വലിയ ഗുണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞു. നമുക്ക് കേൾക്കാം, പ്രസംഗിച്ചോ, പ്ലേ ചെയ്യാൻ പറഞ്ഞു. പ്ലേ ചെയ്ത് ബന്ധു പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിഷേധിക്കരുത്. നമ്മുടെ രേഖ ഉണ്ടായിരിക്കണം. ഒരാൾ സഭയിൽ നിന്ന് വിട്ടുപോയി എന്നാ വന്നേ, കമ്മിറ്റിയിൽ എന്നാ അയാൾ ലഹളയുണ്ടാക്കിയേ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കീപ്പ് എ റെക്കോർഡ്. കോടതി പോകാനൊന്നുമല്ല, അടുത്ത തലമുറ അറിയണം ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത്. ദേഹമ്യാവത് എഴുതി വെച്ചോണ്ടല്ലേ തെക്കേ ദേശത്തിലെ പ്രഭുക്കന്മാരെ ചുമൽ കൊടുത്തില്ലെന്ന് നമ്മളറിഞ്ഞ്, അല്ലെ നമ്മൾ വിചാരിച്ചാൽ അവന്മാരും ഇതിനകത്ത് ചുമൽ കൊടുത്തതാണ്, അവരും ഇതിനകത്ത് ഭാഗഭാഗം. ശരി, നമുക്ക് നോക്കാം. ഇനിയും 11-ാം വാക്യം. അവൻ്റെ പുത്രിമാരും, അവിടെ ആൺപിള്ളേർ അധികം ഇല്ലായിരുന്നു ആ വീട്ടില്, ആ കുടുംബത്തില്. അതുകൊണ്ടാണ് ദൈവിക ശുശ്രൂഷയിൽ സഹോദരിമാർക്ക് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 4 സഹോദരിമാർക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ അനുവാദം തന്നേക്കുന്നത്. ഒരാൾ വന്നിട്ടില്ലെന്ന്. എന്താ കാരണം? യെരുശലേമിലെ മതിൽ പണിയിൽ ഇതിനെ ഒരു സിംബോളിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ദൈവിക ശുശ്രൂഷയിൽ ആർക്ക് പങ്കുണ്ട്? സഹോദരിമാർക്ക് പങ്കുണ്ട്. ഇവിടെ വായിച്ചു കേട്ടല്ലോ, എന്തുവാ? അവൻ്റെ പുത്രിമാരും. സ്വത്രം. എനിക്ക് വളരെ സന്തോഷമാണ്. പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് പുത്രിമാരുണ്ടെന്നുള്ളതാണ് അതിനേക്കാൾ വലുത് അല്ലേ. ഇന്നത്തെ പുത്രിമാരാണെങ്കിൽ തന്നെ അപ്പന് കിട്ടിയ ദർശനമാണെങ്കിൽ അപ്പം നടത്തിക്കോളാൻ പറയും അല്ലേ. നോ, അവൻ്റെ പുത്രിമാരും. അടുത്തത് നോക്കിക്കേ, എല്ലാവരും ചെയ്യുമ്പോൾ ദേ ഡു ഇറ്റ് പെർഫെക്റ്റ്. അത് ചെയ്യേണ്ട വേണം. എല്ലാവരും പണിത് കഥ പിടിപ്പിച്ച് ഓടാമ്പൽ വെച്ച് അന്താഴം പിടിപ്പിച്ചതിന് നീ ചെയ്യുന്ന ഒന്ന് പെർഫെക്റ്റായിട്ട് ചെയ്തേന്. ഓക്കെ, അടുത്തത് വാസസ്ഥലം. ഞാനത് ആകാരം തന്നെയാണ് കിടക്കുന്നത്. വേറെ ഏതെങ്കിലും വെർഷൻ നോക്കിയോ? വീരന്മാരുടെ വാസസ്ഥലം വരെ. നോക്കിക്കേ, എല്ലാവരും പ്രഭുക്കന്മാര്, തൈലക്കാര്, സ്വർണ്ണപ്പണിക്കാര് എല്ലാവരും ഇറങ്ങി വന്ന് എന്ത് ചെയ്യാന്നറിയാമോ? അവനവനെ ഏൽപ്പിച്ച ദൗത്യം. The success of a ministry is the involvement of the people. ഒരു ശുശ്രൂഷയുടെ ജയം എന്ന് പറയുന്നത് ജനത്തിൻ്റെ സഹകരണമാണ്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്യേ. കാരണം നിന്നെ ആവശ്യമുണ്ട്. വായിച്ചു ഇനി പോട്ടെ. അങ്ങനെയല്ല, ഇനി എന്ത് ചെയ്യാൻ പോവാ? ഓരോരുത്തർ അറ്റുകുറ്റം തീർത്ത് ഇങ്ങനെ വരിക. നമുക്കിനി അതിൻ്റെ
22-ാം വാക്യം പറഞ്ഞ്. എത്രാം വാക്യം അത്? ഇനി ഒരു 31 വായിനേ. ഇതിങ്ങനെ അറ്റകുറ്റം തീർത്ത് ഇങ്ങനെ വരിക. ഇനി ഓക്കെ, 26-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവാലയദാസന്മാർ ഓഫേലിൽ ആ ആ ആ ആ ദേവാലയ ദാസന്മാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റകുറ്റം ചെയ്യാനുണ്ട്. ഞങ്ങൾ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാൽ അവരൊന്നും എന്ത് ചെയ്യത്തില്ല, മാറിക്കത്തില്ല. ഞങ്ങൾ പാസ്റ്റർമാരാണ്, നിങ്ങൾ വിശ്വാസികൾ വേണം എന്ത് ചെയ്യാനായിട്ട്, പണിയാനായിട്ട്. നോ, ദേവാലയ ദാസന്മാർ ഇറങ്ങി. ഇനി അതിൻ്റെ നമുക്ക് 31. ആ ആ ആ ആ ആ നീ മറ്റുള്ളവരുടെ സ്ഥലം അറ്റകുറ്റപ്പണി തീർത്താൽ നിന്റെ സ്ഥലം അറ്റകുറ്റപ്പണി തീർക്കാനായിട്ട് ദൈവം തമ്പുരാൻ വേറൊരുത്തിനെ എഴുന്നേൽപ്പിക്കുക. വായിച്ചോ ഇനി 32. ആ ആ ആ എല്ലാവരും ഇറങ്ങി, ബിസിനസ്സുകാരും ഇൻഡസ്ട്രി ചെയ്യുന്നവരും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ കാര്യം എന്നാ? വിഷൻ നെഹമ്യാവ് പകർന്നു കൊടുത്ത ആ ദർശനം അത്ര ശക്തമായിരുന്നു. ഇത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് ജനത്തിന് എന്ത് ചെയ്തു? ബോധ്യം വന്നു. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അവിടെ ആരും കണക്ക് നോക്കിയല്ല എന്ത് ചെയ്തത്, പ്രവർത്തിക്കുന്നത്. എപ്പോഴാണോ നിൻ്റേത് എന്നൊരു ബോധ്യം വരുന്നോ അന്ന് മാത്രമേ നീ കണക്ക് നോക്കാതെ, സമയം നോക്കാതെ, ആരോഗ്യം നോക്കാതെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ തെക്കൻ നാടുകളിൽ പറയുന്ന പോലെ വേരുപിടി കാളി കൂലി വാങ്ങിക്കിട്ട് മണി 5 ചില പണിക്കാരുണ്ട്. എനിക്ക് സമയം എത്രയായി ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ പണിക്കാരൻ വീട് വരുന്നതിന് ഒരു ദിവസം ഞാൻ ഒരു വാച്ച് എടുത്ത് പുള്ളിക്ക് കൊടുത്തു പറഞ്ഞു, ഇനി ചോദിക്കേണ്ട, അത് കൈ കെട്ടി പണിതൊള്ളാൻ പറഞ്ഞു. ഇപ്പം എപ്പോഴും ചോദിക്കണ്ടല്ലോ. വഴിയെ പോകുന്നവനും വരുന്നവനോടൊക്കെ സമയം എന്തായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് ആയുധം താഴെ വയ്ക്കാറായോ? നമ്മളാ ടൈപ്പല്ലേ? എല്ലാവരും പോകുന്നതിന് മുമ്പ് നമുക്ക് വേണം ഇവിടുന്ന് എന്ത് ചെയ്യാനായിട്ട്, ചാടാനായിട്ട്. പടി അടച്ചോ തുറന്നോ, ഇതൊന്നും ഇല്ല. എത്രയോ ഞാനാ വന്ന പടി അടയ്ക്കുന്നത് ഇവിടെ. ബാക്കിയുള്ളത് ഭയങ്കര തിരക്കാം. 2 മണിയായി, നമുക്ക് 1:30 ആയപ്പോഴത്തേന് എന്ത് ചെയ്തു, ഷട്ടർ ഇട്ട് പൂട്ടിക്കഴിഞ്ഞു. എന്താ കാരണം? നിന്റെയാണെന്നൊരു ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ട് സമയത്തിന് വീട്ടിൽ പോകണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. നിന്റെയാണെന്നൊരു ബോധ്യം നിനക്ക് വരുമ്പോൾ നിനക്ക് എന്ത് വരത്തില്ല, അവിടെ സമയം വിഷയമല്ല, നിന്റെ ആരോഗ്യം വിഷയമല്ല, കഴിച്ചോ എന്നുള്ളത് വിഷയമല്ല, ഇതൊന്നും നിനക്കൊരു വിഷയമായിരിക്കത്തില്ല. നെഹമ്യാവ് അവിടെ കാണിച്ചത് മുഴുവൻ അതാണ്. 4-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് നടക്കുന്നതിൻ്റെ ഇടയിൽ നടന്ന ചില കാര്യമാണ് 4-ാം അധ്യായത്തിൽ നടക്കുന്നത്. 4-ാം അധ്യായത്തിലോട്ട് പോവാം. ആഹാ, ന്യൂസ് അങ്ങ് പറഞ്ഞില്ലേ, ഞങ്ങള് മതിൽ പണിയുന്നു. എന്താ നിന്നെ കുറിച്ച് ഒന്നും കേൾക്കാത്തെ? അവിടെ ഒന്നും നടക്കണില്ല. നടന്നാ കേൾക്കും. അവിടെ ഒന്നും നടക്കണില്ലേ? ഇവിടെ മതിൽ പണിയുന്നു എന്നുള്ള ന്യൂസ്, കാരണം എല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടായി ചെയ്യണേ. മതിൽ പണിയുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ എന്ത് ചെയ്തു? നിന്ദിച്ചു. ദാറ്റ്സ് എ ബിഗ് തിങ്.
ഒരു വല്ലാത്ത പ്രശ്നമാണ്. വായിച്ചോ, വന്നിട്ട് വായില്. വായിച്ചോ. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവും അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ട് വീഴും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ശത്രുക്കൾ പറയാൻ തുടങ്ങി. എന്താ തുടങ്ങി? അത് കുറുക്കൻ കയറിയാ വീഴുന്നുള്ളൂ, നമുക്ക് നോക്കാം എത്ര ആൾ നിൽക്കുന്നുള്ളത്. അവിടെ കൂടെ കാണാൻ വല്ല അഡ്രസ്സ് ഉള്ളവരുണ്ടോ? ഏത് തോന്നിയാതെ കാണിച്ചവനെ ഏത് അവിടെ എന്ത് ചെയ്യാം? എന്നാൽ നീയൊന്നും കൂട്ടുപത്രത്തിന് അതുപോലെ നിന്ദിക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ ഒരു വലിയ ആയുധമാണ്. അത് ദൈവമക്കൾ എപ്പോഴും ഓർത്തോണം. ശത്രുവിൻ്റെ ആയുധങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നെന്താണെന്നറിയാമോ? നമ്മെ നിന്ദിക്കുക. വേറെ ഏതെങ്കിലും സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇത് പറഞ്ഞപ്പം ദാവീദിനെ ഗോലിയാത്ത് നിന്ദിച്ചു, പരിഹസിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞുതരാം. ആരെങ്കിലും വല്ലതൊക്കെ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആരെങ്കിലും വല്ലതൊക്കെ നിനക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വല്ലതൊക്കെ നിന്നെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ നീ എന്ത് ചെയ്യുന്നുണ്ട്. അത് കേട്ട് തളരുകയല്ല വേണ്ടേ, നീ സന്തോഷിക്കേ. നിന്ന നമ്മുടെ ഫ്യൂവലായിട്ട് മാറട്ടെ, നമ്മളെ കത്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഊർജം പകരുന്ന, നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്ന ഒരു ഇന്ധനമായി മാറണം. അങ്ങനെ എടുക്കണം. അല്ലാണ്ട് അവൻ എന്നെ കളിയാക്കിയ, അവൻ എന്നെ നിന്ദിച്ചു, അവൻ എന്നെ പരിഹരിച്ചു, എന്തെല്ലാം വേണ്ടാനാ അവരെന്ത് ചെയ്യുന്നത് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയില്ല പാസ്റ്ററെ, ഞാൻ പതുക്കെ കുറച്ച് നാളത്തേക്കൊന്നും എന്ത് ചെയ്യാം, മാറിയിരിക്കാം. ശത്രുവിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു നിന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ലല്ലോ, മുടക്കാമല്ലോ. നോ. നെഹമ്യാവ് കേട്ടോ ഇനി എങ്ങനെയാ പുള്ളി കൈകാര്യം ചെയ്യാൻ പോണെന്നുള്ളത്. The first approach to despise, നിന്നയോടുള്ള ഒന്നാമത്തെ പ്രതികരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥന. നിന്ദിച്ചവർക്കെതിരെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഒരു ലീഡർഷിപ്പിൽ കാണേണ്ട ഒരു വലിയ ഗുണം. അവർ നമ്മളെക്കുറിച്ച് എങ്ങനെ എഴുതുക? നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ 1000 പാംഫ്ലെറ്റ് ആണോ അല്ലെങ്കിൽ 1000 ഇതാണോ, അല്ലെങ്കിൽ നമുക്ക് 10,000 അവനെക്കുറിച്ച് എന്ത് ചെയ്യാം? അടിച്ചിറങ്ങി കൊടുത്തേക്കാം. അവൻ പത്രത്തിലാണോ ഇട്ട് നമുക്ക് ടി വിയിൽ എന്ത് ചെയ്തേക്കാം അവനെക്കുറിച്ച്? നോ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെയും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു മനുഷ്യനോടും നിങ്ങൾ വിചാരിക്കും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ വളരെ സിനിമ പറഞ്ഞ് ഉടനെ ഞങ്ങൾ അവൻ്റെ പഴയകാല ചരിത്രം എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലാത്ത 4 കൂടെ കൂട്ടി പിടിപ്പിച്ച് അങ്ങോട്ടൊക്കെ വെച്ചു കൊടുക്കും. ഇനി അവൻ കൊണ്ട് നടക്കട്ടെ, അങ്ങോട്ട് നടക്കട്ടെ. നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. A spiritual leader should not react to all these things in their own coins. അവർ തന്ന ഉരുളക്കുപ്പേരി പോലെ എന്ത് ചെയ്യരുത്? നീ ചെയ്യരുത്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകർച്ചു. യു ജസ്റ്റ് പ്രേ. നീ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും. ഒരു ലീഡർഷിപ്പിൽ കാണേണ്ട ഏറ്റവും വലിയൊരു ഗുണം, നിന്ദകളോടും ആക്ഷേപങ്ങളോടും എന്ത് ചെയ്യുക? അതേ ടോക്കണിൽ മറുപടി കൊടുക്കാതെ, അതേ രീതിയിൽ അവനോട് മറുപടി പറയാതെ നീ അവന് വേണ്ടി ദൈവസ്ഥലിൽ എന്ത് ചെയ്യേ? പ്രാർത്ഥിക്കാൻ ചെയ്യുക. നമുക്ക് നോക്കാം നെഹമ്യാവ് എന്തോ ചെയ്തേ.
നെഹമ്യാവോട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതരായിരിക്കുന്നു, അവരുടെ നിന്ന് അവരുടെ തലയിലേക്ക് തന്നെ തിരിച്ചു വരുത്തണമേ. പണിയുന്നവർ കേൾക്കുക, അവർ അവിടുത്തെ കോപിപ്പിച്ചിരിക്കുന്നതിനാൽ അവരുടെ അകൃത്യം മറക്കരുതേ, അവരുടെ പാപം അവിടുത്തെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോക്കരുതേ. മാതിൽ മുഴുവനും പാതി പൊക്കം വരെ ഞങ്ങൾ എന്ത് ചെയ്തു? തീർത്തു. 7-ാം വാക്യം. എണ്ണം കൂടി കൂടി വന്നു ഇപ്പൊ അല്ലേ? ഇപ്പൊ 5ആയി. 2 തുടങ്ങിയതാ, പിന്നെ അത് 3ആയി. ഇവിടെ വരുമ്പോഴ് സൻബല്ലത്ത്, തോബിയാവ്, അരാബ്യര്, അമ്മോന്യര്, അസ്തോദ്യര്. നിന്റെ പണി പൂർത്തിയാകും തോറും, നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ അടുക്കും തോറും ശത്രുവിൻ്റെ എണ്ണം കൂടിക്കൂടി വരിക. അപ്പോൾ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതായി വേണ്ടാനത്തിന് പോണ്ടാന്ന്. ഇവിടെ കാണാൻ കിട്ടി ജോലിയും ചെയ്ത് എന്ത് ചെയ്താൽ മതിയായിരുന്നു? നമുക്ക് ഇവിടെ പാനപാത്രവാഹനമായിട്ട് ഇവിടെ ശൂഷൻ്റെ ആയുധാനിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. നെഹമ്യാവിന് ഭാര്യ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും തൃശ്ശൂക്കാരി ഭാര്യയാണെങ്കിൽ ഇത് തന്നെ പറഞ്ഞേനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങളോട് ഈ വേണ്ടാനത്തിന് പോകണ്ടാന്ന്. നമുക്ക് കിട്ടിയ കൃപയനുസരിച്ച് നമുക്ക് കിട്ടിയ കൊച്ചു ജോലിയും കൊണ്ട് നമ്മളിവിടെ അടങ്ങി ഒതുങ്ങി വെള്ളം കുടിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എന്തായി? ദേശം മുഴുവന് എതിർപ്പായില്ലേ? നാട്ടുകാരെ മുഴുവൻ നമുക്ക് എതിരായില്ലേ? വേണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ചെയ്യാനായിട്ട് ഇവരെല്ലാം കൂടെ തയ്യാറെടുത്തിരിക്കുക. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പ്രാർത്ഥിച്ചു 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 എന്നുള്ളതൊന്ന് അടിവരയിടണം. ആദ്യത്തെ അധ്യായത്തിൽ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ ഓർത്ത് അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പിന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടത് രാജാവിന് ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിക്കുമ്പോൾ അന്നേരം പ്രാർത്ഥിച്ചു. പിന്നെ വരുമ്പോൾ അവരെ ഞങ്ങളുടെ കാര്യത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു. നേരത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ശത്രു നിന്ദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ യുദ്ധത്തിന് അവർ തയ്യാറെടുത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥന എന്നുള്ളത് പോട്ടെ, വായിച്ചോ. ഒരു കാര്യം, പ്രാർത്ഥന മാത്രമല്ല നെഹമ്യാവ് ചെയ്തത്, പ്രാർത്ഥനയ്ക്കൊപ്പം ഒരു പ്രവൃത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടരെ എന്ത് ചെയ്തു? കാവൽക്കാരാക്കിയിട്ട്, കാരണം യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക, കാവൽക്കാരായിട്ട് നെഹമ്യാവ് നിർത്തി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? ടേക്ക് നെസസറി സ്റ്റെപ്സ് whenever it is needed. എപ്പോൾ ആവശ്യമായിരിക്കുന്നോ ആവശ്യത്തിനനുസരിച്ച പ്രവൃത്തിയും കൂടെ ചെയ്യാൻ നേതാവ് തയ്യാറായിരിക്കണം. എഴുതിക്കോ. പ്രാർത്ഥന എന്ന് മാത്രം നമ്മൾ പറഞ്ഞിരിക്കുകയല്ല വേണ്ടേ, പ്രാർത്ഥനയ്ക്കനുസരിച്ച പ്രവൃത്തിയും കൂടെ ഒരു നേതാവ് വെളിപ്പെടുത്തി കൊടുക്കണം. എന്തുവാ പോയിന്റ്? എന്തുവാ? എവിടെ ആവശ്യമായിരിക്കുന്നുവോ അവിടെ പ്രവർത്തിക്കാനും ഒരു നേതാവ് തയ്യാറായിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറഞ്ഞു നെഹമ്യാവ് എന്ന് പറയുന്നത്? ഒരു കൂട്ടരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുമ്പോൾ മറ്റൊരു കൂട്ടരെ എന്ത് ചെയ്തിരിക്കുന്നു? കാവൽക്കാരായിട്ട് ഒരുക്കി നിർത്തുക ചെയ്യുന്നത്. വായിച്ചു വന്നിട്ട് ഇപ്പം പ്രശ്നം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വന്നേ. ജനം ഇതൊക്കെ കേട്ട് ആകെ എന്ത് ചെയ്തു? ഇപ്പം ക്ഷീണിച്ചു. നിന്നയും പരിഹാസവും, ഒരു കുറുക്കം കയറിയാ വീഴുമെന്നും, ഇവർ രാജാവിനോടെതിരെ എന്ത് ചെയ്യാൻ പോവുക, മത്സരിക്കാൻ പോവുകയാണെന്നുള്ളതൊക്കെ കേട്ട് ജനം ആകെ എന്ത് ചെയ്തു? ഡെസ്പായി. അവരാകെ തളർന്നു. മതിൽ പണി പകുതിയായിട്ടുള്ളൂ, കല്ലും മണ്ണാണെങ്കിൽ ഇവിടെ അവശേഷിക്കുന്നു. ജനം എന്ത് ചെയ്തു? തളർന്നും പോയി. നോക്കാം നമുക്ക്.
ശത്രുക്കളും രഹസ്യത്തോടെ തന്നെ കാര്യങ്ങൾ നീക്കാനായിട്ട് തുടങ്ങി. വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ശ്രദ്ധിച്ചോണം, ശത്രു എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഓപ്പൺ സ്പേസസ് നോക്കി, ഇടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ എവിടാ, അതിലെ നുഴഞ്ഞു കയറി ഇവിടെ ഉള്ളവരോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പോരെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ ഭാവി നശിപ്പിച്ചിട്ട് കളയണ്ട. എവിടൊക്കെയാ വീക്കർ പോയിന്റ്സ് എവിടാന്ന് നോക്കിയിട്ട്. മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലം എവിടെ, പണിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, പകുതി വരെ ആയിട്ടുള്ളൂ. അപ്പോഴും അവിടെ വീക്കറായിട്ടുള്ള ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കി ആളുകൾ വന്ന് ഇവരെ വിളിക്കാൻ തുടങ്ങി. അപ്പം നെഹമ്യാവിന് എന്ത് ചെയ്യേണ്ടി വന്നെന്നറിയാമോ? അവിടെ സ്പെഷ്യൽ ഗാർഡിനെ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഒരു നേതാവ് സൂക്ഷ്മദൃഷ്ടിയുള്ളവനും എന്താണ് ചുറ്റുപാടും നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കുന്നവനായിരിക്കണം. അവൻ്റെ കണ്ണിങ്ങനെ, അതുകൊണ്ടാണ് വേദോസ്തവത്തിൽ പറഞ്ഞേക്കുന്നത്, യഹോവയുടെ കണ്ണ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കി. കണ്ടിട്ടില്ലേ അങ്ങനത്തെ ക്യാമറകളെ? കണ്ടിട്ടില്ലേ? ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക, ആരാ എപ്പോഴാ എവിടാന്നുള്ളതിനെ കാണാനായിട്ട്. ഒരു ലീഡർ അങ്ങനെ ആയിരിക്കണം.